മരിച്ചു. യേശു പാപം ചെയ്തത് കൊണ്ടല്ല, നമ്മുടെയൊക്കെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. എല്ലാവർക്കും അറിയാം, ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം. എല്ലയോ ചേട്ടാ, അറിയത്തില്ലേ എന്താണെന്ന് സംഭവിച്ചെന്നറിയാമോ? സർവശക്തനായ നമ്മുടെ കർത്താവിനെ, യേശുവിനെ, സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ദൈവം ക്രൂശിൽ അവൻ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രൂശിൽ മരിച്ചു. എന്തിനാണെന്നറിയാമോ? ബൈബിൾ പറയുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി എന്നെയും നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുമെങ്കിൽ, നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ കൊടിയ പ്രതിസന്ധിയിലായിരിക്കുന്നെങ്കിലും, നിങ്ങളുടെ പാപം പരിഹരിക്കാൻ ഉലകത്തിലെ ഒരു വ്യക്തിക്കും പറ്റില്ല കേട്ടോ. ഒരാൾക്ക് നിങ്ങളുടെ പാപം പരിഹരിക്കാൻ പറ്റില്ല. ബൈബിൾ പറയുന്ന മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശിൽ